പ്രിയ ശ്രോതാക്കളെ, പ്രണാമം. ഏതു വിജ്ഞാന കാവ്യശാഖയിലേക്കും അനായാസം കയറിയിറങ്ങാൻ കഴിവും പ്രാപ്തിയുമുള്ള കാവ്യഗന്ധർവൻ വയലാർ രാമവർമ്മ ഇവിടെ ഈ മണ്ണിൽ വിവിധ യുഗങ്ങളിൽ കൂടി സമന്വയിച്ച വ്യത്യസ്ത ജീവിത സംസ്കാരങ്ങളിൽ നിന്നും പിറവിയെടുത്ത ചില ജീർണിച്ച സാമൂഹ്യ തിന്മകൾക്കും അനാചാരങ്ങൾക്കുമെതിരെ ശബ്ദമുയർത്തുന്ന ആ കണ്ടങ്ങളിൽ നിന്ന് ഉതിർന്നു വന്ന ഒരു വിപ്ലവ ഗാനമാണ് ഇന്നിവിടെ കൊടിയിറക്കുന്നത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് ദേവരാജൻ മാസ്റ്ററാണ്. ആലപിച്ചിരിക്കുന്നത് യേശുദാസാണ്. ചിത്രം അനുഭവങ്ങൾ പാളിച്ചകൾ. നമുക്ക് പല്ലവിയിലേക്കൊന്ന് വരാം, നോക്കാം. പ്രവാചകന്മാരെ പറയൂ, പ്രഭാത മകളയാണോ? പ്രപഞ്ചശില്പികളെ പറയൂ, പ്രകാശ മകളയാണോ? ചോദിക്കുകയാണ്. പ്രവാചകന്മാരെന്ന് വെച്ചാൽ വളരെ ഉൾക്കാഴ്ചയുള്ള അല്ലെങ്കിൽ ദീർഘവീക്ഷണമുള്ള ദീർഘദർശികളാണ് പ്രവാചകന്മാർ. പ്രപഞ്ചത്തെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളവരാണ് പ്രപഞ്ചശില്പികൾ. ഇപ്പോൾ മനുഷ്യൻ്റെ ഈ നീണ്ടകാല ദുരിതങ്ങളാലും ആകുലതകളാലും ഇരുളടഞ്ഞ ജീവിതത്തിന് ശാശ്വതമായ പരിഹാരമായി പ്രതീക്ഷകൾ ഉണർത്തുന്ന ഒരു പൊൻപുലരി അകലെയാണോ എന്ന് പ്രപഞ്ചശില്പികളോടും ദീർഘദർശികളോടും നീറുന്ന മനസ്സിൽ നിന്ന് ഉതിർന്ന ചോദ്യമാണ് പല്ലവിയിൽ പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ അനുപല്ലവിയിലേക്ക് വന്നാൽ അത് നാല് വരിയായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് നോക്കാം. ആദിയുഷസ്സിൻ ചുവന്ന മണ്ണിൽ നിന്നായുഗ സംഗമങ്ങൾ ഇവിടെ ഉയർത്തിയ വിശ്വാസഗോപുരങ്ങൾ ഇടിഞ്ഞു വീഴുന്നു, കാറ്റിൽ ഇടിഞ്ഞു വീഴുന്നു. നമുക്ക് നോക്കാം എന്താണ് ആദിയുഷസ്. നോക്കാം ഓരോന്നായിട്ട്. ഈ മനുഷ്യൻ്റെ ജീവിതയാത്രയുടെ തുടക്കത്തിൽ, അതാണ് ആദിയുഷസ്. തുടക്കത്തിൽ തലമുറകളായി അവൻ കടന്നു വന്ന വ്യത്യസ്ത യുഗങ്ങൾ അവന് സമ്മാനിച്ച വിവിധ സംസ്കാരങ്ങളും ആശയങ്ങളും, അതാണ് യുഗസംഗമങ്ങൾ കൂടി പറയുന്നത്. കൂടിച്ചേർന്ന് രൂപപ്പെട്ട അവൻ രചിച്ച ചരിത്രം, അല്ലെങ്കിൽ രൂപപ്പെട്ട അവൻ രചിച്ച ചരിത്രത്തിൽ പലതും കാലഹരണപ്പെട്ടതും മനുഷ്യനെ തളച്ചിട്ടിരുന്ന വിശ്വാസ ആചാര പ്രമാണങ്ങളും, അതാണ് വിശ്വാസ ഗോപുരങ്ങൾ. വിശ്വാസ ആചാര പ്രമാണങ്ങൾക്കും ശക്തമായി ചെറുത്തുനിന്നതിൻ്റെ കുതിപ്പിൽ, ആ കുതിപ്പാണ് ഇവിടെ വരാറ് കാറ്റിൽ എന്ന് പറയുന്നത്. തകർന്നടിഞ്ഞ് വീഴുന്നു എന്ന് വെച്ചാൽ പഴയ വ്യവസ്ഥിതികളെ മാറ്റി പുതിയൊരു ലോകം ഉദയം ചെയ്യുന്നതിനെക്കുറിച്ചുള്ള വയലാറിൻ്റെ വിപ്ലവകരമായ ദീർഘവീക്ഷണമാണ് ഈ വരികളിൽ വ്യക്തമാക്കുന്നത്. ഇനി അനുപല്ലവിയിൽ തന്നെ അടുത്ത 4 വരിയാണ് കുറേ കൂടി രസകരമായിട്ട് തോന്നുന്നത്. ഈ വഴിത്താരയിൽ ആലംബമില്ലാതെ ഈശ്വരൻ നിൽക്കുന്നു, ധർമ്മനീതികൾ താടി വളർത്തി തപസ്സിരിക്കുന്നു. നോക്കൂ, മനുഷ്യൻ തൻ്റെ ജീവിതയാത്രയിൽ രൂപപ്പെടുത്തിയ വളരെ വികലമായ സങ്കല്പ ആചാരങ്ങൾ കണ്ട് യഥാർത്ഥ ഈശ്വരൻ വരെ നിസ്സഹനായി നോക്കി നിൽക്കണമെന്ന്. ഇതൊരു മനോഹരമാണല്ലേ. അതോടൊപ്പം ഈ വികലമായ സാമൂഹ്യ അവസ്ഥ കണ്ട് ധർമ്മനീതികൾ മൂകമായിട്ട് ഒരക്ഷരം പോലും ഉരിയാടാതെ താടി വളർത്തി സന്യാസിമാരായി അന്തർലോകത്തേക്ക് എത്തിച്ചേരാൻ തപസ്സിരിക്കുന്നു. ഇവിടെ വളരെ കാവ്യ അലങ്കാര പ്രയോഗങ്ങളിലൂടെ
അദ്ദേഹം കാണിച്ചിരിക്കുന്നത് ഈ നീതിയെയും ധർമ്മത്തെയും വയലാറ് താടി വളർത്തിയ സന്യാസിമാരായി ചിത്രീകരിച്ചിരിക്കുന്നത്. അതൊരു കാവ്യ അലങ്കാര പ്രയോഗമാണത്. പിന്നെ ഈശ്വരന് ഹിതകരമല്ലാത്ത രീതിയിൽ മതത്തിൻ്റെ വിശ്വാസ പ്രമാണങ്ങളെ തെറ്റായി വ്യാഖ്യാനിച്ച് അന്നം ഉരുട്ടി ഉണ്ണുന്ന ഒരു വിഭാഗം ജനങ്ങൾ പടർത്തുന്ന അന്ധകാരത്തിൻ്റെ പുകച്ചുരുളിൽ ഈശ്വരൻ പോലും നിസ്സഹനായി മാറുന്നു. ആചാരങ്ങളെക്കാൾ ഉപരി മതങ്ങൾ ഇച്ഛിക്കേണ്ടത് മനുഷ്യത്വത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന ചിന്തയാണ് കവിയുടെ പങ്കുവയ്ക്കുന്നത്. നമുക്ക് ആചാരങ്ങൾ വേണം, പക്ഷെ ആചാരങ്ങൾക്ക് അത് മനുഷ്യത്വത്തിനെ ഹ്യൂമാനിറ്റിയെ നിന്ദിക്കുന്നതും അപലപിക്കുന്നതുമാണ് ആചാരങ്ങളിൽ. ആ ആചാരങ്ങളെ നമ്മൾ നിഷേധിക്കേണ്ടതാണ് എന്ന് കവി പറയുകയാണ്. ഇനി നമ്മൾ ചരണത്തിലേക്ക് വന്നാൽ നമുക്കിതുപോലെ നാല് വരിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഭാവി ചരിത്രം തിരുത്തിയെഴുതും ഭാരതയുദ്ധ ഭൂവിൽ ഇടയൻ തെളിച്ചൊരു ചൈതന്യ ചക്രരഥം ഉടഞ്ഞു വീഴുന്നു, മണ്ണിൽ തകർന്നു വീഴുന്നു. നമുക്ക് നോക്കാം. ഈ ഭാവചരിത്രം എന്ന് വെച്ചാൽ ഈ മഹാഭാരത യുദ്ധം ചരിത്രം തിരുത്തി കുറിക്കുകയായിരുന്നു. ഈ മഹാഭാരത യുദ്ധത്തിൽ കൂടി ചരിത്രം തന്നെ മാറ്റി എഴുതുകയായിരുന്നു. അത് കേവലം ഒരു രാജവംശത്തിൻ്റെ പോരാട്ടമായിരുന്നില്ല, മറിച്ച് അധർമ്മത്തിന് മേൽ ധർമ്മം വിജയിച്ചതുവഴി ലോകത്തിൻ്റെ മാനവ ചരിത്രം തിരുത്തി എഴുതിയ ഒന്നായിരുന്നു. അധർമ്മത്തിന് മേൽ ധർമ്മം വിജയിച്ച ആ പോരാട്ട ഭൂമി എന്ന് പറയുന്നത് കുരുക്ഷേത്ര ഭൂമി എന്നാണ്. അവിടെ ഇടയനായിട്ട് നിൽക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. ഇടയൻ എന്ന് വെച്ചാൽ ഗോക്കളെ മേച്ച ഗോപാലന് ഓർമ്മയുണ്ടോ? ഇടയനല്ലേ? ഇതുപോലെ ക്രിസ്തു മതത്തിലുണ്ടല്ലോ. ക്രിസ്തു ഒരു നല്ല ഇടയനായിരുന്നു. കാരണം വിശ്വാസികൾ നയിക്കുന്നവനാരോ അവനാണ് ഇടയൻ, അല്ലേ? അപ്പം അതുപോലെ ഭഗവാൻ കൃഷ്ണൻ അർജുനായി തെളിയിച്ച രഥം കേവലം ഒരു വാഹനമായിരുന്നില്ല, അത് വിജയത്തിൻ്റെ പ്രതീകമായ ചൈതന്യ ചക്രരഥമായിരുന്നു. ആ ചൈതന്യ ചക്രരഥത്തിൽ എപ്പോഴും അർജുനു വേണ്ടി സംരക്ഷണ വലയം തീർത്തത് ശ്രീകൃഷ്ണ ഭഗവാന്റെ സജീവ സാന്നിധ്യമായിരുന്നു. ആ രഥമാണ് കവി പറയുന്നു മണ്ണിൽ തകർന്നു വീഴുന്നത്. നമുക്ക് നോക്കാം എന്താണെന്ന്. ശത്രുക്കളുടെ മാരകമായ ദിവ്യാസ്ത്രങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സജീവ സാന്നിധ്യം കൊണ്ട് മാത്രം ഒരു പോറിൽ പോലും ഏൽക്കാതിരുന്ന ആ രഥം കൃഷ്ണഭഗവാൻ പടിയിറങ്ങിയതോടെ ആ രഥം അഗ്നിക്കിരയായി തകർന്നു വീണതായി പുരാണങ്ങൾ പറയുന്നു. അതാണ് ഇവിടെ പറയുന്നത്, മണ്ണിൽ തകർന്നു വീഴുന്നു. പിന്നെയോ, ഈ കുരുക്ഷേത്രത്തിൽ ആയുധമില്ലാതെ അർജുനൻ നിൽക്കുന്നു, തത്വശാസ്ത്രങ്ങൾ ഏതോ ചിതയിൽ കത്തിയെരിയുന്നു. നമുക്ക് നോക്കാം. ഈ തത്വശാസ്ത്രങ്ങൾ നമുക്ക് നോക്കാം. രണ്ട് പ്രധാന സന്ദർഭങ്ങളിലാണ് അർജുനൻ യുദ്ധക്കളത്തിൽ ആയുധമില്ലാതെ നിൽക്കുന്നുണ്ട്. ഒന്ന്, തൻ്റെ ബന്ധുക്കളെയും ഗുരുജനങ്ങളെയും കൊന്നൊടുക്കി നേടുന്ന വിജയത്തിന് അർത്ഥമില്ലെന്നറിഞ്ഞ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഗീതാ ഉപദേശത്തിന് മുൻപ് വിഷാദയോഗത്തിൽ കഴിയുമ്പോഴാണത്. അതൊരു വിഷാദയോഗം വന്നു. അപ്പോൾ ആ സമയത്ത് ഭഗവാൻ ഗീത ഉപദേശിക്കുന്നതിന് മുൻപുള്ള സമയമായിരുന്നത്. എന്നാൽ യുദ്ധത്തിന് ശേഷമോ സർവ്വതും നഷ്ടപ്പെട്ടു എന്ന തിരിച്ചറിവിൽ തൻ്റെ ആയുധങ്ങൾക്കും അറിവിനും കാലത്തിനും മുന്നിൽ പരിമിതികളുണ്ടെന്ന് ബോധ്യപ്പെട്ടപ്പോൾ മനുഷ്യൻ രൂപപ്പെടുത്തിയെടുക്കുന്ന യുക്തിയും ന്യായങ്ങളും വലിയൊരു നാശത്തിനു മുന്നിൽ അപ്രസക്തമാകുന്ന അനുഭവത്തിൽ യുദ്ധം നൽകിയ ശൂന്യതയ്ക്ക് മുൻപിൽ പുസ്തകങ്ങളിലെ അറിവുകളോ പണ്ഡിത വചനങ്ങളോ എല്ലാം
അപ്രസക്തമായി യുദ്ധാഗ്നിയിൽ കത്തിയെരിയാണ്. ആണ് കവി വയലാർ പറയുന്നത്, തത്വശാസ്ത്രങ്ങൾ ചിതയിൽ കത്തിയെരിയുന്നു, എല്ലാം കത്തിയെരിയുന്നു. അപ്പം മനുഷ്യൻ തൻ്റെ അറിവിലും കരുത്തിലും അഹങ്കരിക്കുമ്പോൾ കാലം അവനെ നിരായുധനാക്കി നിർത്തുകയും അവൻ വിശ്വസിച്ചിരുന്ന പ്രമാണങ്ങളെപ്പോലും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് യുദ്ധം നൽകുന്ന പ്രസക്തമായ ചിന്ത. ഇവിടെ നമ്മൾ പിരിയുകയാണ്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവർക്കും ശുഭരാത്രി എന്നുകൊണ്ട് ഗാനം ഒന്ന് ആലപിക്കുകയാണ്. പ്രവാചകന്മാരേ പ്രവാചകന്മാരേ പറയൂ, പ്രഭാത മകലയാണോ? പ്രപഞ്ചശില്പികളെ പറയൂ, പ്രകാശ മകലയാണോ? ആദിയുഷസ്സിൻ ചുവന്ന മണ്ണിൽ നിന്നായുഗ സംഗമങ്ങൾ ഇവിടെയുയർത്തിയ വിശ്വാസഗോപുരങ്ങൾ ഇടിഞ്ഞു വീഴുന്നു, കാറ്റിൽ ഇടിഞ്ഞു വീഴുന്നു. ഈ വഴിത്താരയിൽ ആലംബമില്ലാതെ ഈശ്വരൻ നിൽക്കുന്നു. ധർമ്മനീതികൾ താടി വളർത്തി തപസ്സിരിക്കുന്നു, തപസ്സിരിക്കുന്നു. പ്രവാചകന്മാരേ പറയൂ, പ്രഭാത മകലയാണോ? പ്രപഞ്ചശില്പികളെ പറയൂ, പ്രകാശ മകലയാണോ? ഭാവി ചരിത്രം തിരുത്തിയെഴുതും ഭാരതയുദ്ധ ഭൂവിൽ ഇടയൻ തെളിച്ചൊരു ചൈതന്യ ചക്രരഥം ഉടഞ്ഞു വീഴുന്നു, മണ്ണിൽ തകർന്നു വീഴുന്നു. ഈ കുരുക്ഷേത്രത്തിൽ ആയുധമില്ലാതെ അർജുനൻ നിൽക്കുന്നു. തത്വശാസ്ത്രങ്ങൾ ഏതോ ചിതയിൽ കത്തിയെരിയുന്നു, കത്തിയെരിയുന്നു. പ്രവാചകന്മാരേ പറയൂ, പ്രഭാത മകലയാണോ? പ്രപഞ്ചശില്പികളെ പറയൂ, പ്രകാശ മകലയാണോ? ഓക്കെ, ഗുഡ് നൈറ്റ്, ബൈ.